അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എന്താണെന്ന് കണ്ടു. എന്താ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ സാധ്യത. നമ്മൾ ഡെയിലി ലൈഫിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധ്യത തന്നെ. നമ്മൾ ഡൈസ് റോൾ ചെയ്യുമ്പോഴും ടോയിൻ കോസ് ചെയ്യുമ്പോഴും സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് കളിക്കുമ്പോഴൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം സാധ്യതയാണ് പ്രോബബിലിറ്റി. ഈ ചാപ്റ്ററിൻ്റെ പേര് മാത്തമാറ്റിക്സ് ചാൻസ് എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. ഞാനിവിടെ കുറച്ച് എക്സാംസ് നടത്തി, 5 എക്സാം നടത്തി. ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ഞാൻ ഈ കുട്ടീനെ എ എന്ന് വിളിക്കാം, ഈ കുട്ടീനെ ബി എന്ന് വിളിക്കാം. രണ്ടാൾക്കാരും 5 എക്സാം എഴുതി. ഇനി എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇനിയൊരു പരീക്ഷ വരിക, അടുത്തൊരു പരീക്ഷ വരുമ്പോൾ ഇതിൽ എ ആണോ ബി ആണോ പരീക്ഷ പാസ്സാവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5 പരീക്ഷയിൽ എ 5ഉം പാസ്സായി. 5 പരീക്ഷ ഉണ്ടായിരുന്നു, 5ഉം എ പാസ്സായി. ബിയോ 2 പാസ്സായി, 3 ഫെയിലായി. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എ ആണോ ബി ആണോ അടുത്ത വരാൻ പോകുന്ന ടെസ്റ്റിൽ പാസ്സാവാൻ ചാൻസ് കൂടുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ ആയിരിക്കും. കാരണം എന്താ? നമുക്ക് തന്നെ ഇൻഫർമേഷൻ വെച്ചിട്ട് 5 പരീക്ഷയിൽ 5ഉം പാസ്സായി എ, അപ്പോഴെന്താ അടുത്തവും പാസ്സാവും, അത്യാവശ്യം പഠിപ്പിയെന്ന് മനസ്സിലായി. പിന്നെന്താ ബിയോ? ബി 2 പാസ്സുകളും 3 പൊട്ടി. അപ്പോൾ അടുത്തതിൽ ചിലപ്പം പാസ്സാവും, ചിലപ്പം ഫെയിലാവും, നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മൾ അറിയാണ്ട് തന്നെ ഇവിടെ പ്രോബബിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ സാധ്യത കാൽക്കുലേറ്റ് ചെയ്തു. കാരണം എന്താ? അപ്പോൾ നമ്മളിവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ഈ കുട്ടി എ അടുത്ത എക്സാമിന് പാസ്സാവാനുള്ള സാധ്യത എന്താ? 5 ഔട്ട് ഓഫ് 5 അല്ലേ? നമുക്കറിയാം 5 എക്സാമിന് 5 മാർക്ക് കിട്ടിയാൽ നമുക്കറിയാം ഫുൾ സാധ്യത ഉണ്ട് അടുത്ത എക്സാം പാസ്സാകാൻ. ഈ കുട്ടിയോ 2 പാസ്സായുള്ള 5 എണ്ണത്തിൽ. അപ്പോൾ അടുത്ത എക്സാമിന് ഒരു 2/5 അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 20% ഈ കുട്ടി ചാൻസ് ഉണ്ട് അടുത്ത പരീക്ഷ പാസ്സാവാൻ. സാധ്യത വളരെ കുറവാണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ സാധ്യതയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അറിയാണ്ട് കാൽക്കുലേറ്റ് ചെയ്ത സാധ്യത തന്നെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 5 പരീക്ഷ ഉണ്ടായിരുന്നു, 5ലും 5 കിട്ടി അല്ലേ? ഫുൾ മാർക്ക് കിട്ടി. 5 പരീക്ഷയിലും ഫുൾ പാസ്സായി. ഇനി ഈ കുട്ടിക്കോ 2 കിട്ടിയിട്ടുള്ളൂ. എത്ര? 5 പരീക്ഷയിൽ. അപ്പോൾ നമ്മൾ ഒരു നമ്പർ ഡിനോട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഞാൻ വലിയ ക്രിക്കറ്റ് കളിക്കാരനൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 10 ബോൾ ഒരാൾ എനിക്ക് എറിഞ്ഞു തന്നു. ഓരോന്നല്ല, 10 ബോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 10 ബോൾ എനിക്ക് എറിഞ്ഞു തന്നു. അതിൽ ഞാൻ എന്ത് ചെയ്തു? 4 ബോൾ 6 അടിച്ചു. 4 ബോൾ ഞാൻ 6 അടിച്ചു. എനിക്ക് 10 ബോൾ എറിഞ്ഞാൽ 4 ബോൾ 6 അടിച്ചു. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുക, അലൻ സർ അടുത്ത ബോളിൽ 6 അടിക്കാനുള്ള ചാൻസ് എത്താ? ചാൻസ് ഉണ്ടോ? നല്ല ചാൻസ് ഉണ്ടോ? ചെറിയ ചാൻസ് ആണോ? അപ്പോൾ നമുക്കറിയാം 10ൽ 4 അല്ലേ? 10ൽ 4 അലൻ സർ അടിച്ചു. അപ്പോൾ ഒരു 40% ഉണ്ടാവും അല്ലേ? അപ്പോൾ 10ൽ 4 ബോൾ 6 അടിക്കാൻ പറ്റുന്ന അലൻ സർ അടുത്ത ബോളിൽ 6 അടിക്കാനുള്ള ചാൻസ് പകുതിനെക്കാട്ടും കുറച്ച് കുറവ്. അപ്പോൾ എന്താ നമ്മൾ എഴുതാം? 10ൽ 4 എന്ന് പറയുന്നത് എന്താ? 4/10. അപ്പോൾ 4/10 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കാരണം എന്താ? നമുക്ക് 4 6ഉം കിട്ടി, 10 ചാൻസും ഉണ്ടായിരുന്നു അലൻ സാറിന് അടിക്കാൻ. അപ്പോൾ 4/10. അപ്പം അത്ര പോരാ, പക്ഷെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? പ്രോബബിലിറ്റീൻ്റെ ഡെഫിനേഷൻ അല്ലേ? നമ്മൾ തന്നെ പ്രോബബിലിറ്റീൻ്റെ ഡെഫിനേഷൻ പഠിച്ചു. എന്താ പ്രോബബിലിറ്റി പറയുന്നത്? ദ ചാൻസ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ. അപ്പോൾ ചാൻസ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ എന്ന് പറയുന്നത് ഒരു കാര്യം നടക്കാനുള്ള, ഒരു ഇവന്റ് നടക്കാനുള്ള സാധ്യത കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് പ്രോബബിലിറ്റി. നമ്മളിപ്പോൾ ചെയ്തതൊക്കെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ എന്താ? പി ബ്രാക്കറ്റിനുള്ളിൽ ഇ. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ഇ വിൽ ഹാപ്പൻ. ഇ എന്ന് പറയുന്നത് എന്തും ആവാം. ഞാൻ ഫുട്ബോൾ അടിക്കുമ്പോൾ ഗോൾ അടിക്കുന്നതോ അല്ലെങ്കിൽ ടോസ് ചെയ്യുമ്പോൾ ഹെഡ്സ് ചെയ്യുന്നതോ അതൊക്കെ ഒരു ഇവൻ്റാണ്, ഒരു കാര്യമാണ്, ഒരു സംഭവമാണ്. അത് നടക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഒരു ഫോർമുല ഉണ്ട്, ഒരു സീക്രട്ട് ഫോർമുല. എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. എന്ത് സംഭവങ്ങൾ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിൽ എടുക്കാം. ഫസ്റ്റ് എക്സാമ്പിളിൽ എന്താ സംഭവിച്ചത്? കുട്ടികളുണ്ടായിരുന്നു, എക്സാം പാസ്സാവുക അല്ലെ ഫെയിൽ ആവുക അല്ലേ? അപ്പോൾ പാസ്സായാൽ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. നമുക്ക് ആവശ്യം എന്താ? പാസ് ആവാനായിരുന്നു. അപ്പോൾ എന്താ? നമ്മൾ ഫേവറബിൾ ഔട്ട്കം പാസ് ആവുന്നതായിട്ട് എടുത്തു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാസ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഇവന്റ് ഫേവറബിൾ ഔട്ട്കം എന്താ? പാസ് ആവുന്നത് എടുത്തു. അപ്പോൾ നമ്മൾ എന്താ? ന്യൂമറേറ്ററിൽ 5 ഇട്ടു. പിന്നെന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ ഡിനോമിനേറ്റർ ടോട്ടൽ ഔട്ട്കം എന്തൊക്കെയായിരുന്നു സംഭവിക്കുക, എത്രയൊക്കെ കാര്യങ്ങൾ സംഭവിക്കായിരുന്നു എന്നുള്ളത് 5. കാരണം എന്താ? 5 ടെസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 5 ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മളെന്താ? ടോട്ടൽ ഔട്ട്കം ഡിനോമിനേറ്ററിൽ ഇട്ടു, താഴെ ഇട്ടു. അപ്പോൾ മുകളിൽ എന്തായിരുന്നു? നമുക്ക് ആവശ്യമുള്ള കാര്യം പാസ്സാവുന്നത്. ഈ കുട്ടി 5ഉം പാസ്സായി. അപ്പം 5 മേലെ ഇട്ടു, താഴെ 5 ഇട്ടു. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താ? 5/5. ഈ കുട്ടീനെ നോക്കാം. ഈ കുട്ടി എന്താ? 2 പാസ്സായി. നമ്മുടെ ഫേവറബിൾ ഔട്ട്കം, നമുക്ക് ആവശ്യമുള്ള കാര്യം എന്തായിരുന്നു? പാസ്സാവുക എന്നുള്ളത്. അത് നമ്മൾ 2 ഇട്ടു. ഡിനോമിനേറ്ററിലോ
ടോട്ടൽ എത്ര ചാൻസ് ഉണ്ടായിരുന്നു, അതായത് ടോട്ടൽ എന്തൊക്കെ സംഭവിക്കായിരുന്നു. 5 ടെസ്റ്റ് ഉള്ളതുകൊണ്ട് 1 2 3 4 5 താഴെട്ടു. അപ്പോൾ ഈ കുട്ടി പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്താ? 2/5. ഇനി നമുക്ക് അലൻ സാർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്തായിരുന്നു നടന്നത്? 4 6 അടിച്ചു, നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. നമ്മൾ 6 അടിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ 4 6 അടിച്ചു, ടോട്ടൽ എത്ര ചാൻസ് ഉണ്ടായിരുന്നു? 10 ചാൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ 4/10. ഇപ്പോൾ നമ്മൾ കണ്ട് നമ്മൾ അറിയാണ്ട് തന്നെ പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള കാര്യം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാര്യങ്ങൾ. ടോട്ടൽ എത്ര ചാൻസ് ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4/10ഉം 2/5ഉം അങ്ങനെ ഓരോ നമ്പർ കിട്ടും. ഇവിടെ എന്താണ്? ഈസ് ദി ഇവൻറ്റ്. നമ്മൾ ഈ പ്രോബബിലിറ്റി ഓഫ് എന്ന് പറയുമ്പം ഈ കാര്യങ്ങൾ ഇപ്പോൾ 6 അടിക്കുന്നതാവാം, ഡൈസ് ഇടുന്നതാവാം, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് കളിക്കുമ്പോൾ തോക്കുന്നതോ ജയിക്കുന്നതോ അങ്ങനെ എന്ത് വേണേ ആവാം. അപ്പോൾ ഈ എന്ന് പറയുന്ന ഇവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് P എന്ന് ഇടും. Pൻ്റെ ഉള്ളിൽ ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഇവൻ്റ് ഇടും. ഇതൊരു ഫോർമുലയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ? സിമ്പിൾ ലോജിക്കാണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. പിന്നെ വേറൊരു ക്ലൂ ഉണ്ട്. ഞാൻ വേറൊരു സിമ്പിൾ റൂൾ പറഞ്ഞുതരാം. സം ഓഫ് പ്രോബബിലിറ്റീസ് ഓഫ് ഓൾ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു 1. നിങ്ങളിത് കണ്ടു പേടിക്കൊന്നും വേണ്ട. ആകെ ഒരു കാര്യം ഓർത്താൽ മതി. ഒരു കാര്യം നടക്കാനുള്ള പ്രോബബിലിറ്റി, ഞാനിപ്പോൾ ടെസ്റ്റ് പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്താ? മാക്സിമം 1 ആവും. മാക്സിമം 1 ആവും. ഏറ്റവും കുറവ് എന്താ? 0. ഞാനിപ്പോൾ ടെസ്റ്റ് പാസ്സാവാനുള്ള ഏറ്റവും കുറഞ്ഞ സാധ്യത എന്താ? 0. അലൻ സാർ പാസ്സാവൂല, അതാണ് 0 എന്ന് പറയുന്നത്. പാസ്സാവുന്ന ഉറപ്പാണെങ്കിൽ നമ്മൾ 1 എന്ന് പറയും. പ്രോബിലിറ്റി മാക്സിമം 1 ആവും, ഏറ്റവും കുറവായിട്ട് 0 ആവും. ഓക്കെ. പിന്നെന്താ? സം ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് ഓൾ ഇവൻറ്റ്സ് ഈസ് ഈക്വൽ ടു 1. അതെന്താണെന്ന് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ.